നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? ഓക്കെ, നമുക്കെന്നാ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അതിനായിട്ട് കുറച്ച് പഴുത്ത പുളിമാങ്ങ എടുത്തിട്ട് അത് നന്നായി കഴുകി അതിൻ്റെ തോല് കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലിട്ട് വയ്ക്കുക. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ചെറിയൊരച്ച് ശർക്കരയും ഇട്ടിട്ട് അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ആ സമയത്ത് ജസ്റ്റ് മാങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങയും അതുപോലെ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് അപ്പോഴേക്കും ഏകദേശം നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അരപ്പത്തിലേക്ക് ഒഴിക്കുക. ഒപ്പം നമ്മൾ ആ ജാറിൽ തന്നെ കുറച്ച് തൈര് എടുത്തിട്ട് അതും അരച്ചിട്ട് ഈ നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരുപാട് തിളപ്പിക്കരുത്. ഏകദേശം ഒരു തിള വരുന്ന സമയത്ത് അതിലേക്ക് ലേശം മുളക് പൊടി അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ പച്ചമണം ഒന്ന് ഒഴിവാക്കുക. ആ പച്ചമണം വരുന്ന തിളപ്പിക്കുക. ആ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം നെയ്യും കടുകും ഉലുവയും ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലേശം മുളക് പൊടി ഇടുക. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഈ വറവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ.